നമസ്കാരം. കൊച്ചിയിൽ നിന്ന് വന്ന ഒരു വാർത്ത നമ്മൾ ഇന്നലെ കേട്ടു. അംഗൻവാടിയിൽ പഠിക്കുന്ന 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് അതിന് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 20 വയസ്സുകാരനെ പോലീസ് പിടിച്ചു. ആ 20 വയസ്സുകാരൻ ആരാണ്? ആ അംഗൻവാടി ടീച്ചറിൻ്റെ മകൻ. ആ കുട്ടി പഠിച്ച അതേ അംഗൻവാടിയിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറുടെ മകനാണ്. നിരന്തരം ഇയാൾ അംഗൻവാടി സന്ദർശിക്കുമായിരുന്നു. പുറത്തുനിന്ന് ആർക്കും അംഗൻവാടിയിലേക്ക് പ്രവേശനമില്ല എന്ന കർശനമായിട്ടുള്ള ചട്ടം നിലനിൽക്കെയാണ് അത് ലംഘിച്ചുകൊണ്ട് അംഗൻവാടി ടീച്ചർ സ്വന്തം മകനെ തന്നെ എല്ലാ ദിവസവും അംഗൻവാടിക്കകത്തേക്ക് കടത്തിയത്. എന്തിൻ്റെ ആവശ്യമായിരുന്നു? ആ അംഗൻവാടി ടീച്ചറിനെയും ഉടൻ തന്നെ സർവീസിൽ നിന്ന് മാറ്റേണ്ടതായിരുന്നു. ആയെയാണ് നിലവിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആ ടീച്ചറിനും ശിക്ഷ കൊടുക്കുക തന്നെ വേണം. കാരണം പുറത്ത് കുട്ടികൾ സുരക്ഷിതരല്ല, റോഡിൽ സുരക്ഷിതരല്ല, വീടുകളിൽ പോലും സുരക്ഷിതരല്ല. അവർ പഠിക്കുന്ന ഇടങ്ങളിൽ അവരെ നോക്കാനുള്ള പ്രത്യേകം ചുമതലപ്പെട്ട ആളുകൾ, ശമ്പളം വാങ്ങിച്ച് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന ഉറപ്പിൽ രക്ഷകർത്താക്കൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ സമാധാനപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രൂരതകൾ ഇവർക്ക് നേരെ നടത്താൻ ഇവർ തന്നെ വഴിയൊരുക്കി കൊടുക്കുന്നു എന്നത്, ഈ അധ്യാപകരൊക്കെ തന്നെ വഴിയൊരുക്കി കൊടുക്കുന്നു എന്നത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം മാത്രം ഇപ്പോൾ പുറത്തറിഞ്ഞു. എത്ര പേരെ ഇതുപോലെ അവൻ ചൂഷണം ചെയ്തിരിക്കാമെന്ന് ദൈവത്തിനറിയാം. ഇവനെ ഇനി ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ പുറത്തു വന്നാൽ വന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്ത് എന്തെങ്കിലും പരാതി കൊടുത്താൽ, ആശങ്ക അറിയിച്ചാൽ അതൊക്കെ പുറത്തു വന്നാൽ വന്നു. എന്തൊരു കഷ്ടമാണ്. എവിടെയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഒരു സുരക്ഷയുള്ളത്? നേരത്തെ പ്രായമായ സ്ത്രീകൾക്ക്, പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു ഈ നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ വയസ്സായ 90 വയസ്സൊക്കെയുള്ള എഴുന്നേറ്റ് പൊങ്ങി നിൽക്കാൻ സാഹചര്യമില്ലാത്ത, അതും വീട്ടിൽ നോക്കാൻ കഴിയാഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന പാവപ്പെട്ട ആ അച്ഛനമ്മമാരെ, അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള അമ്മമാരെയൊക്കെ സ്വന്തം അമ്മയുടെ മുല കുടിച്ചു വളർന്ന ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രായം ചെന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ ലൈംഗികമായിട്ട് അതിക്രമം ചെയ്യാൻ ആർക്കെങ്കിലും തോന്നുമോ? എങ്ങനെ കഴിയുന്നു എന്നതാണ്. അതും അശരണരായിട്ടുള്ള ആളുകളോട്, ഈ ഒരു കഴിവുമില്ലാത്ത നിസ്സഹായരായിട്ടുള്ള ആളുകളോട് ഇതൊക്കെ കാണിക്കുന്നവരോട് ദൈവം ഒരു കാലത്തും പൊറുക്കത്തില്ല. നിയമം ഒരു വിധത്തിലും അവരോടൊന്നും ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഈ തീരെ വയസ്സായവർക്കുമൊക്കെ ഒന്ന് പ്രതികരിക്കാനുള്ള ശേഷി പോലും ഇല്ലായിരിക്കും. അവർക്ക് ശാരീരികമായിട്ടുള്ള അതിനുള്ള ശേഷിയില്ല, മാനസികമായിട്ട് അതിനുള്ള ശേഷിയില്ല. അങ്ങനെ ദുർബലരായിട്ടുള്ള ആളുകളെ നോക്കി മാത്രം ചൂഷണം ചെയ്യുന്ന ഇങ്ങനെയുള്ള പിശാചുക്കൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും, നിയമത്തിൻ്റെ യാതൊരു പരിരക്ഷയും കൊടുക്കരുത്. ഇവരെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ പോലും യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കരുത്. ഒരു പരിഗണനയും അർഹിക്കാത്ത കുറ്റകൃത്യമാണിത്. ഈ അംഗൻവാടി ടീച്ചർമാർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ അംഗൻവാടി ഹെൽപ്പർമാർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായിട്ട് കുഞ്ഞൊരു ദിവസം എന്തെങ്കിലും അവിടെ നിന്നൊരു കുസൃതി കാണിച്ചാൽ അതിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്ത് പാട് വീഴുന്ന തരത്തിൽ അതുങ്ങളെ ഉപദ്രവിക്കുകയാണ്. കൊച്ചു കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ആർക്കാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അടി ചെയ്യുന്നത് അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്നൊക്കെ പറയും. നമ്മൾ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷേ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശാരീരിക പീഡനമൊന്നും ഏറ്റുവാങ്ങാറുള്ളതായിട്ടില്ല. അവർക്കത് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. ഇത് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതൊരു വലിയ ട്രോമയായിട്ട് മാറും. കുഞ്ഞിന് പിന്നെ എല്ലാവരോടും ഭയമായിരിക്കും. നമ്മൾ കണ്ടതല്ലേ നെടുമങ്ങാട് ആ കുഞ്ഞ് അത്രയും ക്രൂരത അനുഭവിച്ചതിന് ശേഷം അതൊന്ന് ചിരിച്ച് കണ്ടിട്ടില്ല. അതുപോലെ കുട്ടികൾ ചിരിക്കാൻ മറന്നുപോകും, സമൂഹത്തിൽ ഓപ്പണായിട്ട് ഇടപെടാൻ മറന്നുപോകും, പഠനത്തിൽ നിന്ന് പുറകോട്ട് നിൽക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടാകും. അതുകൊണ്ട് ചെറിയ ക്ലാസ്സുകളിലെ അധ്യാപകർ, അംഗൻവാടികളാണെങ്കിലും പ്രീ KG, ചെറിയ LP ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും അധ്യാപകരും വളരെ അധികം അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അത് ഇത്തിരി നേരം നോക്കിയിരുന്നെന്ന് വരും. ഉടനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അടിച്ച കൊച്ചി എൻട്രൻസ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ഒന്നും അല്ലല്ലോ. 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ LKG UKG ഒക്കെ പഠിക്കുന്ന കൊച്ചിൻ്റെ മനസ്സ് എന്താണ്? അതുങ്ങൾക്ക് കളിച്ച് നടക്കേണ്ട പ്രായമാണ് അല്ലേ? കളിച്ചും ചിരിച്ചും ചുണ്ടിലെ മുലപ്പാലിൻ്റെ മണം മാറി വരുന്നതേ ഉള്ളൂ. അത്രയും കൊച്ചു കുട്ടികളാണ്. അവരെ അടിക്കാൻ എങ്ങനെ ഇവർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഈ അധ്യാപിക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 20 വയസ്സുള്ള മകനെ എല്ലാ ദിവസവും അംഗൻവാടിയിലേക്ക് പ്രവേശിപ്പിച്ചത്? അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുക തന്നെ വേണം. ഈ അയൽവക്കക്കാരും ഇത് ശ്രദ്ധിച്ചില്ലേ? അല്ലെങ്കിൽ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ വരുന്ന മാതാപിതാക്കളൊന്നും ഇതിനെ ചോദ്യം ചെയ്തില്ലേ എന്നതും പ്രത്യേകിച്ചും അന്വേഷിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതികരണശേഷി ഇല്ലായ്മ കൊണ്ടുകൂടി തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങൾ കൂടുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടൊരു തെറ്റ് കണ്ടാൽ, അതൊരു അന്യായമാണെന്ന് കണ്ടാൽ പ്രതികരിക്കാൻ നമ്മളും പഠിക്കണം. ഇങ്ങനെ അംഗൻവാടിയിൽ പുറത്തുനിന്ന് ഒരാളെ പ്രവേശിപ്പിക്കാറില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളുടെ മകൻ എല്ലാ ദിവസവും അംഗൻവാടിയിൽ വരുന്നത്? ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല,
അല്ലേ? വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് അംഗൻവാടികൾ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു പുരുഷൻ എല്ലാ ദിവസവും അവിടെ ചെല്ലുന്നത്? എന്തൊരു കഷ്ടമാണ്. ആ കുഞ്ഞിൻ്റെയൊക്കെ മനസ്സിലേറ്റ 3.5 വയസ്സുകാരി, അതിൻ്റെ മനസ്സിലേറ്റ മുറിവ് എന്ത് മരുന്ന് കൊടുത്ത് നമ്മൾ ആറ്റും? എങ്ങനെ അത് പരിഹരിക്കും? ഒരു കാലത്ത് മാറാത്ത ഒരു ട്രോമയായത് നിലനിൽക്കില്ലേ? വീടുകളിലാണെങ്കിലും കുറേ അങ്കിളുമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഇങ്ങനെ വരും കുഞ്ഞുങ്ങളെ എടുത്ത് മടി വയ്ക്കാനും താലോലിക്കാനും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞിന് മറ്റൊരാളുടെ അമിത വാത്സല്യത്തിൻ്റെ ആവശ്യമില്ല. അവരുടെ സ്വന്തം പിള്ളേരെ എടുത്ത് മടിയിൽ വെച്ചങ്ങ് താലോലിച്ചാൽ മതി. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ആരുടെയും പുറത്തുനിന്ന് ഒരു പുരുഷൻ്റെയും മടിയിലിരുത്തി ലാളിക്കാനൊന്നും വിട്ടു കൊടുക്കുകയേ ചെയ്യരുത്. അയ്യോ സ്നേഹം കൊണ്ട എന്തൊരു സ്നേഹം എൻ്റെ കൊച്ചിനോട് അങ്ങേർക്ക് എന്നും പറഞ്ഞ് ബാറി നിന്ന് ഇളിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയല്ല അമ്മയും അച്ഛനും ചെയ്യേണ്ടത്. അവിടെ വിലക്കണം. വേണ്ട, ശരീരത്ത് തൊട്ടുള്ള സ്നേഹമൊന്നും വേണ്ട. എല്ലാ ദിവസവും കുഞ്ഞിന് മിഠായി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, അങ്ങനെ കുഞ്ഞിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റുക, അപ്പോൾ എപ്പോൾ വിളിച്ചാലും കൂടെ വിടുക. ജംഗ്ഷൻ വരെ പോയിട്ട് വരാം, അല്ലെ കൊച്ചിനെ കൊണ്ട് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. എന്തിന്? എന്താവശ്യത്തിന്? അങ്ങനെ ഒന്നും വിടരുത്. ഒരു മനുഷ്യൻ മോശമാകുന്നത് ഏത് സമയത്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നല്ലവനായിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ അയാൾ കാണപ്പെടുന്നത്. ഏത് നിമിഷത്തിലാണ് അയാളുടെ മാനസിക നില തെറ്റുന്നതെന്ന് നമുക്കറിയാമോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇത്തരക്കാർക്ക് ഏറ്റവും വലിയ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുക. പറഞ്ഞ് നമ്മൾ മടുക്കുകയാണ്. നിയമത്തിലൊന്നും മാറ്റം വരുന്ന ലക്ഷണം കാണുന്നില്ല, ഇതുവരെയും വന്നിട്ടില്ല. എങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്ക, ടെൻഷൻ, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലും ബന്ധുക്കളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യാൻ ചുറ്റും ആളുകൾ, രാക്ഷസന്മാർ നിന്നാൽ നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി ഒരു പരുവത്തിൽ എത്തിക്കുമെന്നുള്ള ടെൻഷൻ സാധാരണ മാതാപിതാക്കൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടെൻഷൻ എന്താണെന്ന് ബഹുമാനപ്പെട്ട നീതിന്യായ പീഠം തിരിച്ചറിഞ്ഞ് വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്ന് പ്രത്യാശിക്കുകയാണ്.